ഗൈസ് ഇന്നലെ വയനാട്ടിലെ ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ചാരിറ്റി മാച്ച് SLK ഓൾ സ്റ്റാർസ് വേഴ്സസ് മുഹമ്മദൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ 2-1 മുഹമ്മദൻ വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെ ഒരുപാട് മെസ്സേജസ് വന്നു. ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ, മഴ കാരണം ഒരു വെള്ളം കെട്ടി നിന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടിലൊക്കെയാണ് ആ ഒരു മത്സരം കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഞാൻ ആക്ച്വലി ആദ്യ പകുതി കണ്ടിരുന്നു, പിന്നെ ഒരു അവസാനത്തെ 10 മിനിറ്റാണ് കണ്ടത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ച് അല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ്സ് കണ്ടത് IM വിജയൻ ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ SLK ഓൾ സ്റ്റാർസിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പെർസ്പെക്റ്റീവിലാണ് ആളുകൾ എടുക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഇത്രയും ക്ലബ്ബുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റേഡിയംസിൻ്റെ ഒരു ആവശ്യകതയെ പറ്റി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് ആവശ്യമാണ്, അത് ഒരു ഫ്യൂച്ചർ ഒരു ഫുട്ബോൾ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഇടയിലും ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് കണ്ണോടുകൂടി കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് 1-2 കമൻസേ വന്നിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു നെഗറ്റീവ് അല്ല, നമുക്ക് മോർ സ്റ്റേഡിയംസ് വേണം, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡിസ്കഷൻസ് വരണമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഈ ഒരു മാച്ചിന് ശേഷം ഒരുപാട് പേര് നമ്മുടെ SLK ഇങ്ങനെ ആയി പോകുമോ, ഇതുപോലത്തെ ഗ്രൗണ്ടിലെ കളി നടക്കാൻ പോകുന്നു, അതൊക്കെ ഒരു പ്രശ്നമായി ബാധിക്കുമോ എന്നൊക്കെയുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ മത്സരത്തിൽ കൃത്യമായിട്ട് എന്താണ് ഗ്രൗണ്ടിൽ സംഭവിച്ചത്, എന്ത് പാളിച്ച കൊണ്ടാണോ സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു എൻ്റെ ഒരു അറിവിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കും. അതായത് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇതാണോ, അതോ ആ ഒരു ഫെസിലിറ്റിയുടെ പ്രശ്നമാണോ വരുന്നതെന്നുള്ളത്. ആക്ച്വലി നമ്മളുടെ ഇന്ത്യയിലെ മിക്ക സ്റ്റേഡിയംസിലും ഈ ഡ്രെയിനേജ് ഫെസിലിറ്റി എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. വലിയ മഴ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചിയിലെ ഡ്രെയിനേജ് ഫെസിലിറ്റിയാണ്. കാരണം ഇത് അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണോ അത് ഡ്രെയിനേജ് ഫെസിലിറ്റി ഇത്രയും വന്നോ, അതോ KCO ചെയ്തതാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം 2 അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ക്രിക്കറ്റിനാകുമ്പോഴത്തേക്കും ഡ്രെയിനേജ് ഫെസിലിറ്റി കൂടുതൽ വേണമല്ലോ. കാരണം ഒട്ടുവീർപ്പം തന്നെ നിൽക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് ക്രിക്കറ്റ്. ഫുട്ബോൾ ആണെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല. എന്താണെങ്കിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഭയങ്കര മഴ വന്നിട്ട് സ്റ്റേഡിയത്തിലൊക്കെ ഗ്രൗണ്ടിലൊക്കെ വെള്ളം നിൽക്കുന്നവരെ സാഹചര്യം വെച്ച ഫോട്ടോസ് ഉണ്ട്. പക്ഷേ പിറ്റേ ദിവസം മഴ ഉണ്ടായിട്ട് ഈ നല്ല ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ പറഞ്ഞതുപോലെ മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തിരുന്നു, പക്ഷേ കളി നടക്കുന്ന സമയത്ത് അത്രയും മഴയില്ലായിരുന്നു. എങ്കിലും ഈ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് പരിഹരിക്കപ്പെടാം. ഇതിപ്പോൾ പറഞ്ഞാൽ ഇത് SLK ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ മിക്ക സ്റ്റേഡിയംസിലും വരുന്നൊരു കാര്യമാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പം വേണേലും മഴ പെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ മൺസൂണൊക്കെ അവസാനിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പം അതിനൊരു ഇനി അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു 2 മാസം വരെയൊക്കെ എങ്കിലും ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിലവിലുള്ള ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് അത് കൃത്യമായിട്ട് ഒരു ഇത്ര മീറ്ററൊക്കെ വെച്ച് കുഴിച്ചിട്ട് അതിൻ്റെ ഒരു ലെയർ തന്നെ ഉണ്ട്. ഇപ്പം മുകളിലത്തെ ലെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്ലേയിങ് ഫീൽഡ് അതൊരു കൃത്യമായിട്ടൊരു എഞ്ചിനീയറിംഗ് വർക്ക് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇപ്പം ആ ഒരു പ്ലേയിങ് ഫീൽഡിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വെള്ളം ഊന്നിറങ്ങി പോകുക എന്നൊക്കെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇത്ര ഒരു മീറ്റർ അളവിൽ സാൻഡ് അല്ലെങ്കിൽ മണൽ ഒക്കെ വരും. അതിൻ്റെ താഴെ ഇത്ര ഇതിൽ ഗ്രാവൽ വരും. അതിൻ്റെ താഴത്തെ ഒരു സ്റ്റെപ്പിലാണ് പിന്നെ പറഞ്ഞ പൈപ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അപ്പം അതാണ് ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് ക്ലാസ് ഡ്രെയിനേജ് ഫെസിലിറ്റി എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ഇത് ഒരു എന്താ പറയുക ലെസണായിട്ട് ഉൾക്കൊണ്ട് നെക്സ്റ്റ് സീസൺസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് വേണം. കാരണം നമുക്ക് സുഗമമായിട്ടുള്ളൊരു ഗെയിം വീക്ഷിക്കുക എന്നുള്ളതിന് നമ്മുടെ ഒരു ബെറ്റർ ഒരു ഫീൽഡ്, അത് നമ്മുടെ ഒരു നല്ല പച്ചപ്പുള്ള ഫീൽഡിൽ നിന്നതിനപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു മോഡേൺ ടെക്നോളജിയൊക്കെ ഇത് ചെയ്ത് നല്ലൊരു ഡ്രെയിനേജ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണുള്ളത്. ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു SLK മൊത്തത്തിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അതാണ് പറയാനുള്ളത്. കാരണം ഇത് വന്നതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് ഫീൽ ആരെങ്കിലും വന്നെങ്കിൽ അത് ഈ ഒരു രീതി പറഞ്ഞല്ലോ, ഡ്രെയിനേജ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നമ്മുടെ കേരളത്തിലെ ഏത് സ്റ്റേഡിയത്തിലാണെങ്കിലും അത് കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഓരോ ഗ്രൗണ്ട്സ് വരുമ്പോഴത്തേക്കും അത്
ആ ഒരു ചേഞ്ച് വരിക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്ത് മറ്റോ കാണിക്കാൻ. സൈനിങ് ഓഫ്.